എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായത് കൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണെന്ന് തോന്നുന്നു. അതുപോലെ സൗബിൻ, നടി ഷംന, അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ്. ഞാൻ ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടു. ഈ അടുത്ത ദിവസം നിങ്ങളീ പലരും കണ്ടു കാണും. ഈ പുരുഷാധിപത്യത്തെ പറ്റിയാണ് സിനിമ. എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും. ആ സിനിമയിലെ ഭർത്താവിൻ്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ ഫാനിട്ടെ എന്ന് പറയുക. ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ എന്താണ് ഇങ്ങനെ, അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇത്ര നല്ല കഥകൾ കിട്ടുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ്. നമ്മുടെ പല സിനിമകളും നമ്മുടെ നാട്ടിൽ വിജയകരമായി പ്രദർശിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മളെല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവർ.